എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂസ് ജാക്കിങ്ങിനെ കുറിച്ചാണ്. ന്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ കറന്റ് ഇവന്റ്സ് യൂസ് ചെയ്ത് ഒരു ബ്രാൻഡ്, കമ്പനി അല്ലെങ്കിൽ ഒരു പേഴ്സൺ അവരുടെ കണ്ടന്റിനെ പോപ്പുലർ ആക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. സിമ്പിളായി പറഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ ക്വിക്കായി റിയാക്ട് ചെയ്ത് അറ്റൻഷൻ നേടുന്നതാണ് ന്യൂസ് ജാക്കിംഗ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ബിഗ് സ്പോർട്സ് മാച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമ റിലീസ് ട്രെൻഡിങ് ആകുമ്പോൾ പല ബ്രാൻഡ്സ് അതിനെ കണക്ട് ചെയ്ത് ഫണി പോസ്റ്റ്, മീംസ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ അറ്റൻഷൻ ഫാസ്റ്റ് ആയി കിട്ടും. ബിക്കോസ് ഓൾറെഡി ആ ടോപ്പിക് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ വളരെ പോപ്പുലർ ആയ ഒരു ടെക്നിക്കാണ്. ന്യൂസ് ജാക്കിംഗ് സക്സസ്ഫുൾ ആവാൻ മെയിൻ ആയി വേണ്ടതാണ് സ്പീഡ്. ഒരു ന്യൂസ് ട്രെൻഡിങ് ആകുന്ന സമയത്ത് തന്നെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം. ലേറ്റായി പോസ്റ്റ് ചെയ്താൽ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കുറയും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാനേജേഴ്സും ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ഡെയിലി ട്രെൻഡിങ് ടോപ്പിക്സ് ഒബ്സർവ് ചെയ്യാറുണ്ട്. പക്ഷെ ന്യൂസ് ജാക്കിംഗ് യൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. സീരിയസ് ട്രാജഡീസ്, ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇഷ്യൂസ് യൂസ് ചെയ്ത് പ്രൊമോഷൻ ചെയ്യുന്നത് അൺഎത്തിക്കൽ ആയി കൺസിഡർ ചെയ്യും. അത് ഓഡിയൻസിനെ അപ്സെറ്റ് ആക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ട്രെൻഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അഡ്വാൻറ്റേജസ് നോക്കിയാൽ ന്യൂസ് ജാക്കിംഗ് ബ്രാൻഡ് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും, സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് കൂട്ടും, ഫോളോവേഴ്സ് ഇൻക്രീസ് ആക്കും, പിന്നെ ബ്രാൻഡിനെ മോഡേണും ആക്റ്റീവുമായി ഓഡിയൻസ് പെർസീവ് ചെയ്യും. കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഒരു സിമ്പിൾ പോസ്റ്റും നമുക്ക് വൈറലാക്കാൻ പറ്റും. ഇന്ന് ഡിജിറ്റൽ മീഡിയ വളർന്ന ഈ കാലത്ത് ന്യൂസ് ജാക്കിംഗ് കമ്മ്യൂണിക്കേഷനും മാർക്കറ്റിംഗിലും ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രാറ്റജിയായി മാറിയിട്ടുണ്ട്. ഫാസ്റ്റ് റെസ്പോൺസ്, ക്രിയേറ്റിവിറ്റി, കറക്റ്റ് ടൈമിംഗ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ ന്യൂസ് ജാക്കിംഗ് വളരെ എഫക്റ്റീവായി വർക്ക് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.